140 കോടി ഇന്ത്യക്കാരുടെയും കാര്യത്തിലാണ്. അത്രയും പ്രതീക്ഷ ഉണ്ടായിരിക്കണം. ആ പ്രതീക്ഷ നീരജ് ചോപ്ര, നമ്മുടെ ഗോൾഡൻ ബോയ്, 90-ന് മുകളിലേക്ക് പാകിസ്ഥാൻ താരം ഇതാ എറിഞ്ഞിരിക്കുന്നു. അർഷാദ് വദീം ഇതാ 90-ന് മുകളിലേക്ക് എറിഞ്ഞിരിക്കുന്നു. നമ്മൾ നീരജ് ചോപ്ര എറിയട്ടെ എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ദൂരത്തിന് മുകളിലേക്ക് ഇതാ പാകിസ്ഥാൻ താരമായിട്ടുള്ള, അതായത് നീരജ് ചോപ്രയുടെ അതേ രീതിയിൽ അദ്ദേഹത്തിന് കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരുന്ന അർഷാദ് വദീം ഇതാ 90 മീറ്ററിന് മുകളിലേക്ക് തൻ്റെ ജാവലിൻ രണ്ടാമത്തെ ത്രോയിൽ എറിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ വലിയ പ്രതീക്ഷ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവാം, പാകിസ്ഥാന് വന്നിട്ടുണ്ടാവാം. ഇനി നീരജ് ചോപ്ര എത്ര എറിയും എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. ഓരോ വേദിയിലും ഇന്ത്യ പാകിസ്ഥാൻ, നീരജ് ചോപ്ര അർഷാദ് വദീം എന്നുള്ള ഒരു കാര്യമാണ്. അവർ രണ്ടുപേരും തന്നെയാണ് ഏറ്റവും അധികം ഈ മുന്നോട്ട് നിൽക്കുന്നത്. അവരിൽ ആര് ഗോൾഡ് അടിക്കുമെന്നുള്ളതാണ് കാണാനുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് 90-ന് മുകളിലേക്ക് എറിഞ്ഞിരിക്കുന്നു. പൂജ, ഇനി നീരജ് ചോപ്ര വരും. നീരജ് ചോപ്ര എത്ര എറിയുമെന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. 92.97 മീറ്റർ. അതെ, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഒളിമ്പിക് റെക്കോർഡാണ്. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒളിമ്പിക് റെക്കോർഡ് 90.57, 90 അര, അതാണ് നിലവിൽ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ 92 എത്തിയിരിക്കുന്നു. അത് മികച്ചൊരു ത്രോ തന്നെയാണ്. തീർച്ചയായിട്ടും നദീമിന്റെ ആ ത്രോ, അതെ, ഫസ്റ്റ് ഫൗളായി, രണ്ടാമത് ബെസ്റ്റ് ത്രോ എന്ന് തന്നെ പറയാം. ബെസ്റ്റ് ത്രോ ആണ്. തീർച്ചയായിട്ടും അടുത്ത നീരജിന്റെ പെർഫോമൻസ് ഇനി നിർണായകമാണ്. 90-ന് മുകളിൽ കടക്കുക എന്നുള്ളത് അല്ലേ? വെബറും 85 അതിന് മുകളിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ താരം ഇപ്പോൾ ആ ഒരു ത്രോ ചെറിയൊരു വെല്ലുവിളിയായി ഉയർത്തി തന്നെ, ചെറുതല്ല, അത്യാവശ്യം വലുതെന്ന രീതിയിൽ തന്നെ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. 92.9, ഏതാണ്ട് 93-ന് അടുത്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. മികച്ച ത്രോ ആണ്. അതെന്തായാലും വേൾഡ് റെക്കോർഡ് തന്നെയാണ് കുറിച്ചിരിക്കുന്നത്. വെബർ, ജൂലിയൻ വെബർ 87.33 മീറ്റർ ആണ് ത്രോ ചെയ്തിരിക്കുന്നത് എന്നതാണ്. നദീമും നീരജ് ചോപ്രയും 3 പേരായിരുന്നു ആദ്യ ട്രയൽ ഫൗളായത്. ഈ നദീം മികച്ച പെർഫോമൻസോടെ രണ്ടാമത്തെ ട്രയൽ 92 കുറിച്ചു. വെബറും ഒട്ടും മോശമാക്കിയില്ല, 87.33. നീരജിന്റെ ഊഴമാണ് ആദ്യ ട്രൈ ഫൗളായ 3 പേരിൽ. നീരജിന്റെ ഊഴം കൂടെ അടുത്ത് വരാൻ കഴിഞ്ഞിട്ട് കെനിയയുടെ താരമായിട്ടുള്ള ജൂലിയസ് ഹിയഗോ കഴിഞ്ഞിട്ടാണ് ഇനി നീരജിന്റെ വരുന്നത്. അങ്ങനെ അതെ, രണ്ടുപേരും, ഫിൻലാൻഡിന്റെ താരം കൂടിയുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ടാണ് നീരജിന്റെ ത്രോ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോ തവണയുമായിട്ടും കാത്തിരിക്കുകയാണ് നമ്മൾ. ആ ഒരു ആകാംക്ഷ അത് കൂടിക്കൂടി വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഫസ്റ്റ് ത്രോയിൽ ഫൗളായവർ വീണ്ടും തിരിച്ചു വരുമ്പോഴത്തേക്കും ബെസ്റ്റായിട്ട് തിരികെ മടങ്ങി വരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.